ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു വി കോളർ കുർത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ തുണി എടുത്തിട്ടുള്ളത് 2.5 മീറ്ററാണ്. കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അജ്രക് പ്രിൻറ്റ് വരുന്ന കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതിന് മാച്ചാവുന്ന മാതിരി കോളർ വെക്കാൻ വേണ്ടി ഞാൻ അതിന് മാച്ചാവുന്ന മാതിരി ഇങ്ങനെ വേറൊരു തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് തുണീനൊന്ന് 4ആയിട്ട് മടക്കി കൊടുക്കാം. ഞാൻ ഇവിടെ സ്ലിറ്റ് വരുന്ന ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുണീനെ ആദ്യം നമുക്കൊന്ന് 4ആയിട്ട് മടക്കിയെടുക്കാം. ഞാനിപ്പോൾ തുണി ഇവിടെ 4ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 44 ഇഞ്ചാണ് ഇവിടെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. 44 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്ത് കൊടുത്തിട്ടുള്ളത്. അതേമാതിരി വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അതും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 14 ഇഞ്ചിലാണ് ഇവിടെ. താഴെ നമുക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഷോൾഡർ കൊടുക്കുന്നത്, ഷോൾഡർ നിങ്ങൾ എപ്പോഴും എത്രയാണോ കൊടുക്കുന്നത് അതിനേക്കാളും ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ കൂടുതൽ കൊടുക്കണം. ഞാൻ ഇവിടെ സാധാരണ 6.5 ഇഞ്ചാണ് ഷോൾഡർ എടുത്ത് കൊടുക്കൽ. ഇപ്പോൾ അത് കോളർ കുർത്തി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 7.25 ഇഞ്ച് ഷോൾഡർ എടുത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ഇഞ്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് വരെ എനിക്ക് കൂടുതൽ കൊടുക്കാം. അതേമാതിരി തന്നെ ആം ഹോളും 7.25 തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7.25 ഇഞ്ചാണ് ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 7.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചെസ്റ്റിൻ്റെ അളവ് എനിക്കിവിടെ 40 ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന കുർത്തിയാണ്. അതിൻ്റെ 4-1 10 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുമ്പോൾ 11.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇഞ്ചിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കോർണറിൽ ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആം ഹോളൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ആം ഹോൾ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ആം ഹോള് ഒരു 1/2 ഇഞ്ച് ഒന്ന് ഇറക്കി മാർക്ക് ചെയ്തെടുക്കണം. അങ്ങനെ 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വേസ്റ്റ് ലെങ്ത്ത് ഞാനിവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഹിപ്പ് ലെങ്ത്ത് 21 ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേസ്റ്റ് വിഡ്ത്ത് ഞാൻ ഇവിടെ 10.5 ഇഞ്ചാണ് വേസ്റ്റ് വിഡ്ത്ത് കൊടുക്കുന്നത്. ഹിപ്പിൻ്റെ ഈ ഭാഗത്തെ അളവ് കൊടുക്കുന്നത് 11 ഇഞ്ചാണ്. 11 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 12 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ താഴ്ഭാഗത്തെ അളവ് കൊടുക്കുന്നത് ഇവിടെ 12 ഇഞ്ചാണ് കൊടുത്തത്. അതുകൊണ്ട് അതിനേക്കാളും 1 ഇഞ്ച് കൂടുതലാക്കി 13 ഇഞ്ചാണ് ഞാൻ താഴ്ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴെ 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ അവിടെ 13 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പോയിൻ്റ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നിങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. സാധാരണ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് കൂടുതലായിട്ട് വേണം നെക്ക് വിഡ്ത്ത് എടുത്ത് കൊടുക്കാൻ. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ ഇവിടെ 3.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. 3/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നിങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നിങ്ങനെ ചരിച്ച് വരച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നെക്കിൻ്റെ ലെങ്ത്താണ്. നെക്കിൻ്റെ ലെങ്ത്ത് എനിക്കിവിടെ വേണ്ടത് 7 ഇഞ്ചാണ്. സാധാരണ നിങ്ങൾ എത്രയാണോ നെക്കിന് ലെങ്ത്ത് എടുത്ത് കൊടുക്കുന്നത് അതിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ട് വേണം വി കോളറിന് എടുത്ത് കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 7 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വേണ്ട നെക്കിൻ്റെ ലെങ്ത്ത്. 7 ഇഞ്ച് കിട്ടണമെങ്കിൽ നമുക്കിവിടെ അതിനേക്കാളും ഒരു 2 ഇഞ്ചും കൂടെ കൂടുതലാക്കി 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. 9 ഇഞ്ച് അപ്പോഴേ നമ്മൾ കോളർ വെച്ച് വരുമ്പം 7 ഇഞ്ച് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് ഇതങ്ങനെ ഒന്ന് വരച്ച് വയ്ക്കുന്നുണ്ട്.
അതിനുശേഷം ഈ പോയിൻ്റിൽ നിന്ന് ഇതിലേക്ക് ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിന് നമ്മൾ വിട്ട് കൊടുത്തത് 3.5 ഇഞ്ചാണ്. അതിനുശേഷം ലെങ്ത്ത് സാധാരണ നിങ്ങൾ കൊടുക്കുന്നതിനേക്കാളും 1 ഇഞ്ചും കൂടെ കൂടുതൽ കൊടുക്കണം വി കോളർ ആകുമ്പോൾ. അതുകൊണ്ട് എനിക്കിവിടെ 7 ഇഞ്ചാണ് കിട്ടേണ്ടത്. 7 ഇഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾ അതിനേക്കാൾ ഒരു 2 ഇഞ്ച് കൂടുതൽ എടുത്തു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ 9 ഇഞ്ചാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. കോളർ വെച്ച് വരുമ്പോൾ അത് നമുക്ക് മുകളിലേക്ക് കയറിക്കോളും. പിന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു ഷേപ്പിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ മാർക്കിങ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. ആദ്യം നമുക്ക് ബാക്കിലെ പീസ് ഒന്ന് മാറ്റി കൊടുക്കാം. ബാക്കിൽ നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്യുന്നില്ല. വി കോളർ ആയതുകൊണ്ട് തന്നെ ബാക്കിലെ പീസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിവിടെ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കും അതേമാതിരി ആം ഹോൾ ഒന്ന് ഇറക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നെക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേമാതിരി ആം ഹോളും ഒന്നിങ്ങനെ ഇറക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനൊരു ഷേപ്പിലാണ് നമുക്ക് നെക്ക് കിട്ടുക. ഇങ്ങനൊരു ഷേപ്പിലാണ് നമുക്ക് നെക്ക് കിട്ടുന്നത്. ഇതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങളൊന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്കിതവിടെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നല്ല വശത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇത് നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നെക്കിൻ്റെ അളവൊന്ന് എടുത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിനൊന്ന് 2ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇതൊന്നിവിടെ 2ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊന്ന് അളന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ നെക്ക് അളന്ന് കൊടുക്കുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനേക്കാൾ ഒരു 2 ഇഞ്ച് താഴേക്ക് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് അളന്ന് കൊടുക്കാൻ. ഒന്ന് ഇങ്ങനെ വളച്ച് പിടിച്ചിട്ട് 14.5 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. നമുക്കിത് കറക്റ്റ് അളവൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാം. 14.5 ഇഞ്ചാണ് ഒരു സൈഡിലെ അളവ് വരുന്നത്. അപ്പോൾ 2 സൈഡിലേക്ക് എടുക്കുമ്പോൾ 29 ഇഞ്ച് വരും. അപ്പോൾ നമ്മൾ തുണി എടുക്കുമ്പം ഒരു 2 ഇഞ്ച് കൂടുതലായിട്ട് എടുത്തു കൊടുക്കാം. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി കൊടുത്തിട്ടുള്ളത് 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ച് വീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 31 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. 31 ഇഞ്ചാണ്. 1.5 ഇഞ്ചിലാണ് നമ്മൾ കോളർ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 3.5 ഇഞ്ച് വീതിയിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്. ഇതിനെ 2ആയിട്ടൊന്നിങ്ങനെ മടക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അതിനൊന്ന് മടക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറച്ചും കൂടെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ 1 ഇഞ്ചിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ ഒന്ന് വെച്ച് അയൺ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ക്യാൻവാസ് ഇതിൽ വെച്ച് കൊടുക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇതിങ്ങനെ ഒന്ന് 2ആയിട്ട് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഈ കോർണറിൽ ഈ 2 കോർണറിലും നമ്മളിവിടെ ഈ താഴെ ഭാഗത്തുള്ള ഈ 2 കോർണറും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതങ്ങനെയൊന്ന് അപ്പോൾ അതങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആദ്യം നമുക്ക് കുറച്ചൊന്ന് താഴേക്ക് ഇറക്കി വെച്ചിട്ട് ഇത് ഇവിടുന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. കറക്റ്റ് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിന് നേരെ ആയിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. അവിടുന്ന് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അപ്പോൾ അത് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിത് ആദ്യം ഒന്ന് കുറച്ചൊന്ന് താഴേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടുന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം.
നമ്മൾ ആദ്യം തന്നെ അത് അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ലോക്ക് ചെയ്തിട്ട് വേണം അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി ഈ കോർണറിൻ്റെ ഇവിടെ എത്തുമ്പോൾ അവിടെ ഒന്ന് സൂചി കുത്തി നിർത്തി ഒന്നിങ്ങനെ തിരിച്ച് വെച്ചിട്ട് വേണം ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതേമാതിരി തന്നെ ഇപ്പുറത്തെ ഈ ഭാഗത്ത് എത്തുമ്പോഴും അവിടെ ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് അതിനുശേഷം ഒന്നിങ്ങോട്ട് തിരിച്ചിട്ടതിൻ്റെ ശേഷം ഈ ഭാഗത്തും ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതങ്ങനെയൊന്ന് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടാൽ മതി. ഇതങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ താഴ്ഭാഗത്ത് ഇവിടെ എത്തുമ്പോഴും ഈ ഭാഗത്തും നമ്മളൊന്ന് ലോക്ക് ചെയ്തിട്ട് വേണം നൂല് കട്ട് ചെയ്ത് കൊടുക്കാൻ. നമ്മളിപ്പോൾ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗം നമ്മൾ ലോക്ക് ചെയ്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മളിവിടെ നിന്ന് ലോക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. അതേമാതിരി തന്നെ ഇവിടെ നിർത്തുമ്പോഴും നമ്മളിതൊന്ന് ലോക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഈ കോർണർ ഭാഗത്ത് ഒരു നോട്ട് ചുട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ ചെറിയ ചുളിവ് വരും ചെറുതായിട്ട്. അതേമാതിരി ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ചെറിയ നോട്ട് ചുട്ട് കൊടുക്കാം. ചെറിയൊരു കട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതാ ഈ ഭാഗം നമുക്ക് ശരിയാക്കി എടുക്കണം. ഇതൊന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. ഈ കോളറിന് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിനെ കറക്റ്റായിട്ട് അതിനെ ഒന്ന് ഉള്ളിലേക്ക് വയ്ക്കുക. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ ഓവർലാപ്പായി വരുന്ന മാതിരി വേണം വെച്ച് കൊടുക്കാൻ. കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഒന്നിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ ഓവർലാപ്പായിട്ട് വരുന്ന മാതിരി വരും. അങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മളിത് താഴേന്ന് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതേമാതിരി ഈ ഭാഗത്ത് ചുളിവ് വരാതെ നോക്കണം. ഇവിടെ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ആ കട്ട് ചെയ്ത് കൊടുത്ത ആ ഭാഗം ഉണ്ടായിരുന്നു. ആ ഭാഗം നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് ഒരു സ്റ്റിച്ച് താഴേക്ക് വന്നാലും നിങ്ങൾക്ക് ഇവിടെ ചുളിവ് വരും. നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗത്ത് കറക്റ്റായിട്ട് നിർത്തിയാൽ മാത്രമേ ചുളിവ് വരാതെ നമുക്കിത് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോൾ അതങ്ങനെ ഒന്ന് വെച്ചിട്ട് താഴ്ഭാഗത്ത് ഇതൊന്നിങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം ഈ ഭാഗം നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഭാഗം ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് കറക്റ്റ് ഇതൊന്ന് ഇങ്ങനെ പിടിച്ചതിൻ്റെ ശേഷം ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ കൂടുതൽ വന്നിട്ടുള്ള ഈ തുണിയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ നെക്കൊന്ന് ഫുള്ളായിട്ട് ഇതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പം ഈ ബാക്ക് സൈഡ് ഇങ്ങനെ ഇപ്പുറത്തേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ വെക്കാതെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിങ്ങനെ ഫുള്ളായിട്ടൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം നമ്മൾ ഇപ്പുറത്തേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. താഴേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. സ്ലീവ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇനി ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം കാണിക്കാം. അപ്പോൾ അതിൽ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ താഴെ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി സ്ലിറ്റും സ്റ്റിച്ച് ചെയ്തു താഴെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളെ കോളർ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.